ബേപ്പൂർ സുൽത്താനായ ബഷീർ മഹാത്മാഗാന്ധിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയിട്ടുണ്ട്. ബഷീർ ഓർമ്മ എഴുതുകയാണ്. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടിട്ടുണ്ട്. ജെട്ടിയിൽ ബോട്ടെടുത്തു. ആയിരം ഖണ്ഡങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു, മഹാത്മാഗാന്ധി കീ ജെ. ആ അർദ്ധനഗ്നനായ ഫക്കീർ രണ്ടു പല്ലുപോയ മോണ കാണിച്ച് ചിരിച്ചുകൊണ്ട് തൊഴുകൈയോടെ കരക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങുകയാണ്. വിദ്യാർത്ഥികളിൽ പലരും കാറിൻ്റെ സൈഡിൽ തൂങ്ങി നിന്നു, അക്കൂട്ടത്തിൽ ഞാനും. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം, ലോകവന്ധ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും എന്നെ കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും തോന്നി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. മസിലിന് ബലമില്ല, പിളുപിളുപ്പ്. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് ഉമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ടു. ഗാന്ധിജി എന്ത് സാധനമാണെന്നറിയാത്ത എൻ്റെ മാതാവ് പേടിച്ചമ്പരന്നു പോയി. ഹോ എൻ്റെ മകനെ! അമ്മ തുറന്ന വായോടെ എന്നെ നോക്കി. മലയാളത്തിൻ്റെ വിഖ്യാതനായ ബഷീർ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. ഇന്ന് ബഷീർ ദിനമാണ്. ആർക്കൈവുകളിൽ നിന്ന് ബഷീറിനെ ഓർത്തെടുക്കാതെ ജൂലൈ 5 കടന്നു പോകില്ല. 1908 ജനുവരി 21 വൈക്കത്തിനടുത്തുള്ള തലയോല പറമ്പിലായിരുന്നു ബഷീറിൻ്റെ ജനനം. 1930 കോഴിക്കോട് വെച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലാകുന്നുണ്ട്. ജയിലിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. മോചനത്തിന് ശേഷം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഉജ്ജീവനം എന്ന വാരികയിൽ പ്രഫ എന്ന തൂലികനാമത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുകയുമുണ്ടായി. വാരിക പോലീസ് കണ്ടുകെട്ടിയതിനെ തുടർന്ന് അദ്ദേഹം തീവണ്ടി കയറി നാടുവിടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കാവൽക്കാരൻ, പത്രവിൽപ്പനക്കാരൻ, ഗുമസ്തൻ, പത്രാധിപർ എന്നിങ്ങനെ അനേകം ജോലികൾ ചെയ്തു. വൈവിധ്യമായ നാടുകളിലെത്തി. വിവിധ മനുഷ്യരെ അടുത്തെറിഞ്ഞു. ഭാഷകൾ പഠിച്ചു. ഒടുക്കമാണ് ബഷീറിനെ മലയാളത്തിന് കിട്ടിയത്. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കമായി ആദ്യത്തെ കഥയെത്തി. പിന്നീട് പ്രേമലേഖനം എന്ന നോവലെത്തി. 1944 ബാല്യകാല സഖി എന്ന നോവലെത്തി. 1951 എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. 1951 ആനവാരിയും പൊൻകുരിശും. 1959 പാത്തുമ്മയുടെ ആടും വന്നു. മതിലുകൾ വന്നു. ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് കലഹിച്ചുകൊണ്ട് ഭൂമിയുടെ അവകാശികൾ വന്നു. ശബ്ദങ്ങൾ വന്നു. ബഷീർ അക്ഷീണനായി പിന്നെയും എഴുതിക്കൊണ്ടിരുന്നു. അനുരാഗത്തിൻ്റെ ദിനങ്ങളും മാന്ത്രിക പൂച്ചയും ജന്മദിനവും ഒക്കെ മലയാളം ഏറ്റെടുത്തു. ബഷീർ സ്വതന്ത്ര ശാഖ പോലെ വേറിട്ട് നിൽക്കാൻ തുടങ്ങി. സമാനതകളില്ലാത്ത വിധം അതിസാധാരണത്വങ്ങളും അനുഭവങ്ങളിൽ നിന്നുൾത്തിരിയുന്ന കഥാപരിസരവും ബഷീറിനെ സ്വീകാര്യനും അനശ്വരനുമാക്കി. മലയാള സാഹിത്യാസ്വാദനത്തിൻ്റെ തുടക്കങ്ങളിലും ഒടുക്കങ്ങളിലും ബഷീർ കുത്തിയിരുന്നു. പ്രണയിക്കുന്നവരും വിരഹമനുഭവിക്കുന്നവരും ബഷീറിൻ്റെ കൃതികൾ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരുന്നു. ബഷീർ ഒന്നും പറഞ്ഞവസാനിപ്പിക്കുന്നില്ല. കൂട്ടിച്ചേർക്കലുകൾ കാലത്തിന് വിടുകയാണ് ചെയ്യുന്നത്. പറയാനുള്ളത് മാത്രം പറഞ്ഞു വെച്ചു പോകുന്നു. 1982 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. കുഞ്ഞുപാത്തുമ്മയും നാരായണിയും സുഹ്റയും മജീദും സാറാമ്മയും കേശവനും റബ്ബുൽ ആലമീനായ തമ്പുരാനുമില്ലാതെ മലയാള സാഹിത്യമില്ല, വായനയില്ല, ചർച്ചകളില്ല. കുഞ്ഞുപാത്തുമ്മ ഇറയത്ത് ചെന്ന് തൂണും പിടിച്ച് ഒച്ചയുണ്ടാക്കാതെ കരയുകയാണ്. ഒരു സമാധാനവുമില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവൾ ഷജറത്തുൽ മുൻതഹ എന്ന സ്വർഗത്തിലെ മഹാവൃക്ഷത്തെക്കുറിച്ച് ഓർത്തു. ആ മഹാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 3 നദികൾ പുറപ്പെടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള നദികൾ: നൈൽ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. കാറ്റടിക്കുമ്പോൾ ആ മരത്തിലെ ഇലകളിൽ നിന്ന് ചിലത് വീഴും. വീഴുന്ന ഇലയിൽ പേരെഴുതിയിട്ടുള്ള ജീവി മരിക്കുമെന്നാണ്. ചില ഇല കാലമായി പഴുത്തു തന്നെയായിരിക്കും വീഴുന്നത്. ചിലത് പച്ചയ്ക്കും ചിലത് കുരുന്നിലയും വീഴും. ഉമ്മയുടെ പേരെഴുതിയ ഇല എന്നവൾ ഓർത്തപ്പോൾ അകത്തുനിന്ന് ഉമ്മയുടെ ശബ്ദം കേട്ടു. മുറ്റത്ത് നിന്ന് നടന്നകലുമ്പോൾ അവൾ ഓർത്തു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കാറ്റ് വീശിയാലും ഞങ്ങളുടെ ആരുടെയും മെല്ലെ വീയിക്കല്ലേ.